കീർത്തുട്ടിയുടെ അച്ഛൻ്റെ കാര്യം ഇവിടെ പറയണ്ടെന്നാണ് ഞാൻ കരുതിയത്. കാരണം അത് കീർത്തുട്ടി ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാട്ടോ. ഇന്നത്തേക്ക് 4 വർഷമായി കീർത്തുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട്. ഡയാലിസിസ് പേഷ്യന്റ് ആയിരുന്നു കീർത്തുട്ടിയുടെ അച്ഛൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ അന്ന് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് ഈ കാര്യം കീർത്തുട്ടി രാവിലെ എന്നെയായിരുന്നു ആദ്യം വിളിച്ച് പറഞ്ഞത്. മറ്റാരെക്കാളും കീർത്തുട്ടിക്ക് ഏറ്റവും ഇഷ്ടം കീർത്തുട്ടിയുടെ അച്ഛനായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് അച്ഛൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ കീർത്തുട്ടി മാത്രമായിരുന്നു അച്ഛൻ്റെ കൂടെ ആംബുലൻസിലുണ്ടായത്. അന്ന് ആംബുലൻസിൽ വെച്ച് കീർത്തുട്ടി അച്ഛൻ്റെ കൂടെ ഇരുന്ന് എന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു. പാവം കീർത്തുട്ടി അന്ന് വീഡിയോ കോളിൽ എന്നെ കാണിച്ചിട്ട് അച്ഛനോട് പറയാണ്, അച്ഛ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ആള്, ഞാൻ കല്യാണം കഴിക്കുന്നത് ഇതേ ആളെ തന്നെയാണ്, അച്ഛനെന്നെ അനുഗ്രഹിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ പൊട്ടിക്കരഞ്ഞ് കീർത്തുട്ടി അച്ഛൻ്റെ ബോഡിയുടെ അടുത്തിരുന്ന് എന്നോട് പറയാണ്. എന്റെ ഫ്രണ്ട്സ്, ആ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുദേവ്, വെൽക്കം ബാക്ക്. അങ്ങനെ കീർത്തുട്ടിയെ പെണ്ണും കണ്ട് അച്ഛനമ്മയും തിരിച്ചു പോയ ശേഷം അന്ന് രാത്രി എല്ലാവർക്കും വേണ്ടി ഒരു ഡിന്നർ പാർട്ടി വെച്ചിരുന്നു. ഈ കാണുന്ന ഫോട്ടോസൊക്കെ അന്ന് എടുത്തതാട്ടോ. ആ ഒരു രാത്രി തന്നെ കീർത്തുട്ടി അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും സംസാരിച്ച് നന്നായി മിങ്കിളാവാൻ തുടങ്ങിയിരുന്നു. അന്ന് അച്ഛനും അമ്മയ്ക്കും കീർത്തുട്ടിയെ വിട്ട് പോകാൻ പോലും തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നടന്നത് ചെക്കൻ്റെ വീട് കാണാൻ ചടങ്ങായിരുന്നു. കീർത്തുട്ടിയുടെ ഗ്രാനിയും ഗ്രാൻഡ്പയും ആൻറ്റി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അന്ന് വീട്ടിൽ വന്നിരുന്നു. ഒരു 2-3 വർഷം കഴിഞ്ഞ് മാത്രം കല്യാണം മതി എന്നായിരുന്നു എനിക്കും കീർത്തുട്ടിക്കും ഉണ്ടായത്. പക്ഷേ ഫാമിലി കയറി ഇടപെട്ടതിന് ശേഷം ബാക്കി തീരുമാനങ്ങളൊക്കെ അവർ തന്നെ എടുക്കാൻ തുടങ്ങി. കാരണം അവർക്കൊക്കെ പേടിയായിരുന്നു, വാട്ട് ഇഫ് ഞാനും കീർത്തുട്ടിയും ബ്രേക്കപ്പ് ആയാലോ എന്ന്. അതുകൊണ്ട് അന്ന് തന്നെ അവർ എൻഗേജ്മെന്റിന്റെ ഡേറ്റും ഫിക്സ് ചെയ്തു. അപ്പൊ എൻഗേജ്മെന്റ് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഉണ്ടായത്. എൻഗേജ്മെന്റ് കാണാൻ ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ഇടണേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. അന്ന് ഞാൻ ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ് ഈ കീർത്തുട്ടിയെ. നാട്ടിലുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ കീർത്തന വേണ്ട, അവളൊക്കെ വിട്ടിട്ട് നീ നാട്ടിലോട്ട് പോവാ, നിനക്ക് ഇതിനേക്കാളും നല്ല വിടനെ കിട്ടും എന്നൊക്കെ. അതൊന്നും വകവെക്കാതെ ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. ആ ഒരു തീരുമാനം കൊണ്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്കാണ്. ഇന്ന് എന്റെ അച്ഛനും അമ്മയും ഇടക്കൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കീർത്തുട്ടി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇത്രയും ഹാപ്പി ആവില്ലായിരുന്നു എന്ന്. അതങ്ങനെയാണ്, ചില തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെയും അപ്പുറത്തായിരിക്കും തരുന്നത്. അപ്പൊ ഞങ്ങളെപ്പോലെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന എല്ലാവരുടെ ലവ് സ്റ്റോറിയും നല്ല അടിപൊളി ഒരു എൻഡിലേക്ക് എത്തട്ടെ. സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എന്ത് പ്രശ്നം വന്നാലും വിട്ടുകൊടുക്കരുത്. എല്ലാവരുടെ ലവ് സ്റ്റോറിയും സക്സസ് ആവട്ടെ. അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.